നിന്റെ കാഴ്ചയെ മറയ്ക്കുന്നത് ആ 5 പെൺകുട്ടികളാ. നിന്റെ മനസ്സ് ആ പെൺകുട്ടികൾക്കൊപ്പം ചുറ്റിപ്പാറി നടക്കുന്നു. അതുകൊണ്ടാ നിനക്ക് നിന്റെ ഇരയെ കണ്ടെത്താൻ കഴിയാത്തത്. അവരോട് നീ അടുക്കരുത്. ചിലപ്പോ നമ്മൾ തേടുന്ന ഒരു ഇര ആ 5 പെൺകുട്ടികളിൽ ഒരാളായിരിക്കാം. ഇല്ലമ്മേ, ഒരിക്കലുമില്ല. എന്റെ 5 കൂട്ടുകാരിൽ ആരും നമ്മുടെ ഇരയാവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. മൂഢ, അവരുടെ സ്നേഹവലയത്തിൽ നീ വീണു പോകരുത്. ആ സ്നേഹം നിന്റെ കാഴ്ച മറയ്ക്കുന്നു. അതുകൊണ്ടാ നിനക്കങ്ങനെ തോന്നുന്നത്. ആരവേ, നമ്മുടെ ഇരകളിൽ ഇനി 5 പേർ ബാക്കിയുണ്ട്. അത് നീ മറന്നു പോകരുത്. ആ 5 ഇരകൾ ആ ഹോസ്റ്റലിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവരാരാണെന്ന് കണ്ടെത്താൻ നിനക്ക് കഴിയാതെ പോയാ ആ ഹോസ്റ്റലിനകത്തെ എല്ലാത്തിനെയും ഒന്നൊന്നായി ഞാൻ വകവരുത്തും. അവരുടെ രക്തം ഞാൻ കുടിക്കും. അതിനായി നിനക്ക് കിട്ടിയ അതേ ശക്തി നേടിയെടുക്കാൻ ഞാൻ എന്തും ചെയ്യും. ലക്ഷ്യത്തിന് വേണ്ടിയല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും നീ പ്രവർത്തിക്കരുത്. എനിക്ക് തന്ന സത്യം നീ ലംഘിക്കരുത്. അങ്ങനെ ചെയ്ത എന്റെ ശാപം നിന്നെ വേട്ടയാടും. അവരോട് നീ അടുക്കരുത്. ചിലപ്പോൾ നമ്മൾ തേടുന്നതിൽ ഒരിര ആ 5 പെൺകുട്ടികളിൽ ഒരാളായേക്കാം. കോൾ എടുക്കുന്നില്ലല്ലോ. അവന് കാർ കയറി പോവുകയും ചെയ്തു. ഇയാളെന്താ കോൾ എടുക്കാത്ത? കാറ് കത്തിയോ? അവന് തീർന്നോ? ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. ഡ്രൈവറെ വിളിച്ചാലോ? വിളിച്ചേക്കാം. അല്ലെങ്കിൽ അത് വേണ്ട. ഈ സമയത്ത് അവന്റെ ഫോണിലേക്ക് എന്നെ കോൾ ചെയ്യില്ലെന്ന് സംശയം ഉണ്ടാക്കും. നന്ദ, എന്താ നന്ദ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. കൊറേ നേരം ആയല്ലോ, എന്താ ഇത്ര ടെൻഷൻ? ആരെയാ വിളിച്ചോണ്ടിരിക്കുന്നേ? അത് അനുവിനെ രാത്രിയിൽ ഡ്രൈവർക്കൊപ്പം തനിച്ചല്ലേ അയച്ചത്. ഞാൻ ഡ്രൈവറെ വിളിച്ചതാ. അയാള് അനുവിനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചോന്ന് അറിയില്ല. അയാൾ ഫോൺ എടുക്കുന്നില്ല. ഡ്രൈവിംഗിലായതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. എന്നാലും അനു രാത്രി ആയതുകൊണ്ടൊരു ടെൻഷൻ. ഞാൻ എന്റെ മോളെക്കുറിച്ച് ഇത്രയും ചിന്തിച്ചില്ല. അവളിപ്പോ വലിയ പെണ്ണല്ലേ. പക്ഷേ നന്ദൻ അവളിപ്പോഴും കൊച്ചുകുട്ടിയാ. അതുകൊണ്ടാ അവളുടെ കാര്യത്തില് നന്ദൻ ഇത്ര ടെൻഷൻ. അവള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? ഇവൻ തിരിച്ചു വന്നു. അനുവിനെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു സാർ. അനു സ്റ്റേഷനിൽ കയറി പോകുന്നത് കണ്ടിട്ടാ സാർ ഞാൻ വരുന്നത്. അനുവിന്റെ കാര്യം അറിയാനായിട്ട് നന്ദൻ കുറെ നേരമായിട്ട് തന്നെ വിളിക്കുന്നല്ലോ. താനെന്താ കോൾ എടുക്കാത്തത്? സാർ എന്നെ വിളിച്ചായിരുന്നോ? കോൾ വന്നില്ലല്ലോ. അതെന്താ കോൾ വരാത്തത്? താൻ കേട്ടില്ലെന്ന് പറ. അനു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയല്ലോ. നന്ദന്റെ ടെൻഷൻ മാറിയോ? മാറി.
ഇപ്പോഴാ സമാധാനമായത്. നന്ദനകത്തേക്ക് വരൂ. ശരി സാർ. ഇട്ടോ പറഞ്ഞതുപോലൊന്നും സംഭവിച്ചില്ലല്ലോ. അവന്റെ കോളും കിട്ടുന്നില്ല. അവന് സേഫായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. ബോംബാകുമെന്ന് പ്രതീക്ഷിച്ചത് നനഞ്ഞ പടക്കമായല്ലോ. സൂര്യൻ ഉദിക്കണ മുന്നേ തുടങ്ങുന്ന പണിയാ. എല്ലാവർക്കും മുന്നേ എണീക്കണത് ഞാൻ, എല്ലാരും കിടന്നതിന് ശേഷം കിടക്കണത് ഞാൻ. എന്നിട്ട് കിട്ടുന്നതോ നക്കാപ്പിച്ച കാശും. ശമ്പളം കൂട്ടി ചോദിച്ച റീനാമ്മയ്ക്ക് 100 ന്യായങ്ങള്. അതിന്റെ കൂടെയോ രാത്രിയിൽ പ്രേതബാധയും. അതിനെപ്പറ്റി പറഞ്ഞ ചെവി പൊട്ടുന്ന വഴക്കും. എന്റെ കർത്താവേ, ഈ ദുരിതമൊക്കെ എന്നാ തീരുക? രാവിലെ തന്നെ ഐസൊക്കെ എന്തിനാ വിളിക്കണത്? ശമ്പളം കിട്ടിയോന്ന് അറിയാനായിരിക്കും. എനിക്ക് ശമ്പളം ഒന്നും കിട്ടിയിട്ടില്ല ഐസൊക്കെ. അയ്യോ, ഞാൻ കാശ് വയ്ക്കാനല്ല വിളിച്ചത്. എനിക്കിവിടെ 1000 കൂട്ടം പണിയുള്ളപ്പോഴാണോ നിങ്ങൾ കൊച്ചുവർത്താനം പറയാൻ വിളിക്കണത്? എടീ, ഞാൻ ഒരു ഉഗ്രം കാര്യം പറയാനാ വിളിച്ചത്. കേട്ട് നീ ഞെട്ടി ബോധം കെട്ടി വീഴരുത്. എന്റെ മനസ്സുണ്ടല്ലോ സന്തോഷം കൊണ്ട് മേലോട്ട് കീഴോട്ട് തുള്ളിച്ചാടി നിൽക്കുക. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് സംസാരിച്ചോണ്ടൊക്കെ സമയമില്ല. ഞാൻ എന്റെ ആക്രി കച്ചവടം നിർത്തുന്നു. ഇതാണോ സന്തോഷ വാർത്ത? തീർന്നില്ല, നീ ഒന്ന് ബാക്കിയും കൂടെ കേക്ക്. ഈ സമയത്ത് നിങ്ങൾ എന്റെ കൺമുന്നിൽ വന്നായിരുന്നില്ലേ, എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിഞ്ഞുകൂടി പോയെന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരു കുന്തവും പറയണ്ട. ഇവിടത്തെ കുത്തുവാക്കും കേട്ട് മാടിനെ പോലെ പണിയെടുക്കാൻ ഞാൻ. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് വീട്ടിലിരുന്ന് സൂഹിക്കാനാണോ നിങ്ങൾ കച്ചവടം നിർത്തുന്നത്? നീ ഇനിയൊന്ന് പണിയൊന്നും എടുക്കണ്ട. പൈസക്കെ നിർത്ത്. ഞാനങ്ങോട്ട് വന്നാണ്ടല്ലോ നിങ്ങള് രണ്ടായിട്ട് കീറി ഞാൻ. ഞാനേ വെള്ളത്തില് മൂക്കറ്റം മുങ്ങി നിക്ക. റീനാമ്മയുടെ കരടത്തടിക്കാൻ പറ്റുമോ? അതുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറ്റുമോ? അതും നടക്കില്ല. ഇതിനിടയ്ക്ക് നിങ്ങളും കൂടി എന്നെ വട്ടുപിടിപ്പിക്കാൻ വന്നാണ്ടല്ലോ, ഞാനൊരു കത്തിയെടുത്ത് സ്വന്തമായിട്ട് കുത്തി അങ്ങ് മരിക്കും. പറഞ്ഞേക്കാം. ലോട്ടറി ലോട്ടറിയുടെ കാര്യം നിങ്ങൾ മിണ്ടി പോരുത്. കിട്ടുന്ന കാശ് മുഴുവൻ നിങ്ങൾ ലോട്ടറി എടുത്ത് തൊലച്ചു. ഇനിയേ 10 പൈസ തരില്ല. വച്ചിട്ട് പോ. ഹലോ 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 മന്ദു, വെച്ചല്ലോ. എന്താ മനുഷ്യ, നിങ്ങൾ എനിക്കൊരു സമാധാനം തരില്ലേ? എടി, ഞാൻ അങ്ങോട്ട് വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരെയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. രാത്രി ഉറങ്ങാൻ കിടന്ന രാവിലെ ജീവനോടെ എണീക്കുമെന്ന് ഒരു ഉറപ്പില്ലാത്ത സ്ഥലം ഇത്.